നെക്സ്റ്റ് ഇസ് ഫൊറിയർ ഇൻ്റഗ്രൽ. നമ്മൾ ഫൊറിയർ സീരീസ് പറഞ്ഞപ്പോഴേക്കും നമ്മൾ പറഞ്ഞാണ് ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും പീരിയോഡിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ അത്തരം പീരിയോഡിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ നമുക്ക് സൈൻ്റെയും കൊസൈൻസിൻ്റെ ഒക്കെ സമ്മായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും. സോ ദീസ് ഫൊറിയർ സീരീസ് ആർ വെരി യൂസ്ഫുൾ in representing functions that are periodic over a limited range like pi to pi or 0 to 2 pi or in general minus L to L, and this series can be also we can use for functions that are periodic from in the range minus infinity to infinity. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് അപ്പം ഫൊറിയർ സീരീസിൽ നമ്മൾ പറഞ്ഞത് പീരിയോഡിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നോൺ പീരിയോഡിക് ഫംഗ്ഷൻസിനെ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ഫിസിക്കലി ദിസ് മീൻസ് റിസോൾവിങ് എ സിംഗിൾ പൾസ് ഓർ എ വേവ് പാക്കറ്റ് ഇൻ ടു സിനുസോയിഡൽ വേവ്സ്. അപ്പോൾ ആ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഇനി നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്പോൾ ഈ ഒരു നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരം ഫംഗ്ഷൻസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ എന്തായിട്ട് എടുക്കാം, നോൺ പീരിയോഡിക് ആണെങ്കിൽ നമുക്കതിൻ്റെ പീരിയോഡിസിറ്റി ഇൻഫിനിറ്റി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ അസ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫൊറിയർ ഇൻ്റഗ്രലിലേക്ക് ഫൈനൽ എക്സ്പ്രഷനിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഫൊറിയർ സീരീസിൻ്റെ എക്സ്പ്രഷനാണ് എഴുതിയിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0/2 സിഗ്മ n ഈക്വൽ ടു 1 to infinity an cos n pi x by l പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity bn sin n pi x by l. അപ്പോൾ ഇതിൽ a0 a-നും b-നും ഒക്കെ കോഎഫിഷ്യൻസ് ആണ്. അപ്പോൾ a0യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/l മൈനസ് L to L f of t dt ആണ്. നമ്മൾ ഈ കോഎഫിഷ്യൻസ് നമ്മൾ ഫൊറിയർ സീരീസിൽ പറഞ്ഞപ്പോഴേക്കും നമ്മൾ ഇതിനെ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതിയിരുന്നത് അല്ലേ. ഇൻ്റഗ്രൽ 1/l മൈനസ് L to L f of x dx ആയിരുന്നു. പക്ഷേ നിങ്ങൾക്ക് അറിയാം ഇതൊരു ലിമിറ്റഡ് ഇൻ്റഗ്രൽ ആയതുകൊണ്ട് തന്നെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ വാല്യൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടി ഡി ടി എന്ന് പറഞ്ഞാൽ സെയിം തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് എഫ് ഓഫ് ടി ഡി ടി എന്നുള്ള ഫോമിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കറസ്പോണ്ടിങ് ആയിട്ട് എനെ നമുക്ക് എങ്ങനെ എഴുതാം, 1/l മൈനസ് L to L എഫ് ഓഫ് ടി കോസ് n പൈ ടി ബൈ എൽ ഡി ടി എന്ന് എഴുതാം. ബി എൻ ആകുമ്പോഴേക്കും നമുക്കതിനെ 1/l മൈനസ് L to L എഫ് ഓഫ് ടി സൈൻ n പൈ ടി ബൈ എൽ ഇൻറ്റു ഡി ടി എന്ന് എഴുതാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ കോഎഫിഷ്യൻസിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഈ ഒരു കോഎഫിഷ്യൻസിൻ്റെ വാല്യൂ നമ്മുടെ ഈ ഒരു എക്സ്പ്രഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും? നമുക്ക് കിട്ടുന്നത് എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0/2 ആണ്. അപ്പോൾ നമുക്കിതിനെ 1/2l ഇൻറ്റു മൈനസ് L to L എഫ് ഓഫ് ടി ഡി ടി എന്നെഴുതാൻ കഴിയും. ഇതുപോലെ അടുത്ത് നിങ്ങൾ രണ്ടാമത്തെ ടേമിലൂടെ സിഗ്മ സമ്മേഷൻ ഉണ്ട്. എന്നിന് വരെ നിങ്ങൾ ഇൻ്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സിഗ്മ n ഈക്വൽ ടു 1 to infinity. ഇവിടെ ഓൾറെഡി ഒരു കോസ് n pi x by l ഉണ്ട്. എൻ്റെ വാല്യൂ നമ്മൾ ഈ ഒരു ഇൻ്റഗ്രൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്നത് ഇവിടെ ഒരു 1/l ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്ര കിട്ടും? ഈ ഒരു 1/l നമുക്ക് ഇത് സമ്മേഷനും അതുപോലെ ഇൻ്റഗ്രലും പുറത്തെടുക്കാം. അപ്പോൾ കിട്ടുന്നത് 1/l. ഇവിടെ കിട്ടുന്ന ബാക്കി ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് L to L എഫ് ഓഫ് ടി ഇൻറ്റു കോസ് n പൈ ടി ബൈ എൽ ഇൻറ്റു ഡി ടി എന്ന് കിട്ടും. ഇതിൽ അടുത്ത ടൈമിൽ ബി എന്നിന് വരെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന അവിടെ നിങ്ങൾക്ക് 1/l പുറത്തെടുക്കാം. ബാക്കിയുള്ളത് സിഗ്മ n ഈക്വൽ ടു 1 to infinity. ഇവിടെ ഒരു സൈൻ n പൈ എക്സ് ബൈ എൽ ഉണ്ട്. ഇൻ്റഗ്രലിൻ്റെ വാല്യൂ മൈനസ് L to L എഫ് ഓഫ് ടി സൈൻ n പൈ ടി ബൈ എൽ ഇൻറ്റു ഡി ടി ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്നത് 1/2l. ഫസ്റ്റ് ഇൻ്റഗ്രലിന് ചേഞ്ച് ഒന്നുമില്ല. ഇത് മൈനസ് L to L എഫ് ഓഫ് ടി ഡി ടി തന്നെയാണ്. ഇനി അടുത്ത രണ്ട് കേസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഇൻ്റഗ്രലിനെ നമ്മൾ വേണമെങ്കിൽ ഇത് നോക്കി ഇതിൽ നിങ്ങളുടെ വേരിയബിൾ എക്സ് ആണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ടിയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോസ് n ബൈ എക്സ് ബൈ എല്ലിനെ ഇൻ്റഗ്രലിനകത്തേക്ക് കൊണ്ടുപോകാം. വ്യത്യാസമൊന്നുമില്ല. കാരണം നിങ്ങളുടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. ഇതിൽ ടൈമിൻ്റെ ഫംഗ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ ഇൻ്റഗ്രലിനകത്ത് വരുമ്പോഴേക്കും അതിന് മീനിങ് ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ഇൻ്റഗ്രൽ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ ഒരു 1/l ഉണ്ട്. സിഗ്മ n ഈക്വൽ ടു 1 to infinity. അപ്പോൾ നിങ്ങൾ ഇതുകൂടി അകത്തേക്ക് കൊണ്ടുപോയാൽ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ഇൻ്റഗ്രൽ എന്താകും? മൈനസ് L to L. ഇവിടെ ഓൾറെഡി ഒരു എഫ് ഓഫ് ടി
കോസ് എൻ പൈ ടി ബൈ എൽ ഉണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ഇതിനെ കൂടെ ഇൻ്റഗ്രലിനകത്തേക്ക് കൊണ്ടുപോകുന്നു. നമുക്ക് കിട്ടുന്നത് കോസ് എൻ പൈ എക്സ് ബൈ എൽ ആണ്. പിന്നെ ഒരു ഡി ടി ഉണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെയും നിങ്ങൾ നോക്കിയാൽ പറ്റും. ഇതിൽ ഒരു 1/L സിഗ്മയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കിട്ടുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? 1/L സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മൈനസ് എൽ ടു എൽ. ഇവിടെ ഓൾറെഡി ഒരു എഫ് ഓഫ് ടി സൈൻ എൻ പൈ ടി ബൈ എൽ ഡി ടി എൽ ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഏത് കൂടി ഇതിനകത്തേക്ക് കൊണ്ടുപോകുന്നു? സൈൻ എൻ പൈ എക്സ് ബൈ എൽ കൂടെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇൻറ്റു ഡി ടി ആണ്. അപ്പോൾ ഇനി നിങ്ങൾ നോക്കി ഈ രണ്ട് കേസിലും നിങ്ങളുടെ 1/L സിഗ്മയൊക്കെ കോമൺ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് കോമൺ എടുത്താൽ ബാക്കി കിട്ടുന്നത് ഫസ്റ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ 1/L മൈനസ് എൽ ടു എൽ എഫ് ഓഫ് ടി ഡി ടി പ്ലസ് 1/L സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഒരു എഫ് ഓഫ് ടി കോമൺ എടുക്കാം. ബാക്കി വരുന്നത് എന്താണ്? കോസ് എൻ ബൈ ടി ബൈ എൽ കോസ് എൻ ബൈ എക്സ് ബൈ എൽ പ്ലസ് സൈൻ എൻ ബൈ ടി ബൈ എൽ സൈൻ എൻ ബൈ എക്സ് ബൈ എൽ ആണ്. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്നുള്ള ഫോമിലാണ്. അപ്പോൾ കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ കോസ് എ മൈനസ് ബി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ കോസ് എ മൈനസ് ബി എൻ ബൈ ടി ബൈ എൽ ആണ് എ, എൻ ബൈ എക്സ് ബൈ എൽ ആണ് ബി. അപ്പോൾ ഇതിൽ രണ്ടിലും എൻ ബൈ എൽ കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കോസ് എൻ ബൈ എൽ ഇൻറ്റു ടി മൈനസ് എക്സ് ഇൻറ്റു ഡി ടി എന്ന് എഴുതാം. അതായത് നമ്മൾ ഈ രണ്ട് ടൈമിനെ കൂടെ ക്ലബ് ചെയ്ത് ഒരു സിംഗിൾ ടൈം ആക്കുന്നു. കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്നുള്ള ഫോമിലാണ്. കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്ന് പറയുന്നത് കോസ് എ മൈനസ് ബി ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ 1/2L മൈനസ് എൽ ടു എൽ എഫ് ഓഫ് ടി ഡി ടിയുടെ ഒരു ടൈം ഉണ്ട്. അതുപോലെ 1/L സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മൈനസ് എൽ ടു എൽ എഫ് ഓഫ് ടി കോസ് എൻ ബൈ എൽ ടി മൈനസ് എക്സ് ഇൻറ്റു ഡി ടി എന്ന് പറയുന്ന അടുത്തൊരു ടൈം കൂടിയുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പറയുന്നത് നോൺ പീരിയോഡിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പിന്നെ പീരിയോഡിസിറ്റി എന്ന് പറയുന്നത് ഇൻഫൈനറ്റ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എടുക്കുന്ന കണ്ടീഷൻ എൽ ടെൻസ് ടു ഇൻഫിനിറ്റി ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അതായത് നമ്മൾ ഇതുവരെ നമ്മളിത് മൈനസ് എൽ ടു എൽ എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലുള്ള പിന്നെ ഫോറിയർ സീരീസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തത്. പക്ഷേ നമ്മുടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ നോൺ പീരിയോഡിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ പീരിയോഡിസിറ്റി ഇൻഫിനിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഇൻ്റർവെൽ ഇത് പീരിയോഡിക് ആണെന്നുള്ള എന്നുള്ള അസംഷനിൽ, അതായത് നമ്മൾ എൽ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു പിന്നെ റീഅറേഞ്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എൻ പൈ ബൈ എൽ എന്നൊരു ടൈം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എൻ പൈ ബൈ എല്ലിന് പകരം ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ നോക്കി എന്നിൻ്റെ വാല്യൂ 1 ടു ഇൻഫിനിറ്റി ആണല്ലേ, എൻ ഈക്വൽ ടു 1 2 3 എന്നിങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 പൈ ബൈ എൽ ആയിരിക്കും, അടുത്ത് 2 പൈ ബൈ എൽ ആയിരിക്കും, അടുത്ത് 3 പൈ ബൈ എൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒമേഗയിൽ വരുന്ന വേരിയേഷൻ ഡെൽറ്റ ഒമേഗ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എൻ ഈക്വൽ ടു 1ഉം എൻ ഈക്വൽ ടു 2 ആകുമ്പോഴുള്ള വ്യത്യാസം പറഞ്ഞാൽ പൈ ബൈ എല്ലും 2 പൈ ബൈ എല്ലും, അതായത് നമുക്ക് കിട്ടുന്നത് പൈ ബൈ എൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെൽറ്റ ഒമേഗയ്ക്ക് വരെ നമുക്ക് എത്ര കൊടുക്കാം? പൈ ബൈ എൽ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രലിനെ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ദെൻ എഫ് ഓഫ് എക്സ് ടെൻസ് ടു നമ്മൾ എല്ലിൻ്റെ വാല്യൂ എൽ എന്ന് പറയുന്ന അതിൻ്റെ ഇൻ്റർവെൽ ഇൻഫിനിറ്റി ആവുകയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി എൻ്റെ ഫസ്റ്റ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് എൽ ടു എൽ എഫ് ഓഫ് ടി ഡി ടി ആണ്. അപ്പോൾ ഈ ഒരു പിന്നെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈ ഒരു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഡി ടി അത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു അസംഷനിൽ അങ്ങനെ വരുമ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ 1/2L എന്ന് പറയുമ്പോഴേക്കും 1/∞ വരും. അപ്പോൾ ഇത് ഈ ഒരു ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളതിനെ 1/∞ കൊണ്ട് നിങ്ങളതിനെ ഇൻഫിനിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും ആ ടേം എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ ആ ഒരു അസംഷനിൽ നമ്മൾ ഈ ഫസ്റ്റ് ടേം 0 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ അടുത്ത ടേമിൽ വരുന്ന വ്യത്യാസം എന്താണ്? ഇവിടെ ഒരു 1/L ഉണ്ടല്ലേ, 1/L വരെ നമുക്ക് എത്ര കൊടുക്കാം? 1/L വരെ നമുക്ക് ഒമേഗ ബൈ 1/L വരെ നമുക്ക് ഈ ഒരു വാല്യൂ 1/L വരെ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഡെൽറ്റ ഒമേഗ ബൈ പൈ എന്ന് കൊടുക്കാം. അപ്പോൾ ഡെൽറ്റ ഒമേഗ ബൈ പൈ എന്ന് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 1/π ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുകൊണ്ട് തന്നെ നമുക്ക് സമ്മേഷനെ പുറത്തെഴുതാം. ബാക്കി വരുന്നത് 1/π സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി.
അല്ലേ, സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് കിട്ടുന്ന 1/L വരെ നമ്മൾ കൊടുത്തത് ഡെൽറ്റ ഒമേഗ ബൈ പൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വരും, ഇവിടെ ഒരു ഡെൽറ്റ ഒമേഗ വരും, ഡെൽറ്റ ഒമേഗ. ഇനി അടുത്ത ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് -L2 ഇല്ലാണ്, പക്ഷെ നമ്മൾ L ടെൻസ് ടു ഇൻഫിനിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് എഴുതാം. അപ്പോൾ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി കോസ് n/L വരെ നമ്മൾ ഒമേഗ കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് കോസ് ഒമേഗ ഇൻറ്റു ടി മൈനസ് എക്സ് ഇൻറ്റു ഡി ടി. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് ടി കോസ് ഒമേഗ ഇൻറ്റു ടി മൈനസ് എക്സ് ഇൻറ്റു ഡി ടി എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ തന്നെ ഇനി നിങ്ങൾ അടുത്ത് നോക്കിയാൽ പറ്റും, ഇത് n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ആണ്. നമ്മളുടെ വേരിയബിൾ നമ്മൾ ഡെൽറ്റ ഒമേഗ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ n ഈക്വൽ ടു 1 ആകുമ്പോഴേക്കും നിങ്ങളിവിടെ നോക്കി, n ഈക്വൽ ടു 1 ആകുമ്പോഴേക്കും, കാരണം നമ്മളിനി ലിമിറ്റ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ എന്നിലാണ് ഈ ഒരു പിന്നെ സമ്മേഷൻ്റെ വാല്യൂ വേരി ചെയ്യുന്നതായിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ആ വേരിയബിൾ ഒമേഗയിലേക്ക് മാറ്റി കഴിഞ്ഞു. അപ്പോൾ n ഈക്വൽ ടു 1 ആകുമ്പോഴേക്കും ഇത് π/L ആകും. എല്ലിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എഫ് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇവിടെ ഒരു 1/π ഉണ്ട്, 1/π. ഇവിടെ നോക്കിയത് n ഈക്വൽ ടു 1 ആകുമ്പോഴേക്കും ഒമേഗയുടെ വാല്യൂ എത്രയാകും, ഒമേഗ വിൽ ബി ഈക്വൽ ടു 0 അല്ലേ. n ഈക്വൽ ടു 1 ആകുമ്പോൾ π/L ആണ്. ഈ ഇൻഫിനിറ്റി ആകുമ്പോഴേക്കും ഓഫ് കോഴ്സ് ഒമേഗയുടെ വാല്യൂ ഇൻഫിനിറ്റി തന്നെയാകും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേരിയബിൾ എന്ന് പറയുന്നത്, ഇതിൻ്റെ സമ്മേഷൻ എന്ന് പറയുന്നത് അപ്പം 0 മുതൽ ഇൻഫിനിറ്റി വരെ നിങ്ങൾ വേരി ചെയ്യേണ്ടി വരും. അതിൽ ഡെൽറ്റ ഒമേഗയുടെ വാല്യൂ എത്രയാണ്, ഡെൽറ്റ ഒമേഗ എന്ന് പറഞ്ഞാൽ π/L ആണ്. അപ്പം L ടെൻസ് ടു ഇൻഫിനിറ്റി ആകുന്നത് കൊണ്ട് തന്നെ ഡെൽറ്റ ഒമേഗയുടെ വാല്യൂ എന്താകും, ഇറ്റ് വിൽ ടെൻസ് ടു 0. അപ്പോൾ അതുകൊണ്ട് ഡെൽറ്റ ഒമേഗയുടെ വാല്യൂ വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പിന്നെ സമ്മേഷൻ നമുക്ക് ഏത് വെച്ച് റീപ്ലേസ് ചെയ്യാം, ഇൻ്റഗ്രൽ വെച്ച് റീപ്ലേസ് ചെയ്യാം. റീപ്ലേസ് ചെയ്യുമ്പോഴേക്കും ലിമിറ്റ് ശ്രദ്ധിക്കുക, n ഈക്വൽ ടു 1 ആകുമ്പോഴേക്കും ഒമേഗയുടെ വാല്യൂ 0 ആണ്, ഇൻഫിനിറ്റി ആകുമ്പോഴേക്കും ഇൻഫിനിറ്റി തന്നെയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. അപ്പോൾ ഡെൽറ്റ ഒമേഗയ്ക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം, നമ്മൾ ഇൻ്റഗ്രലിലേക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് ഇതിനെ ഡി ഒമേഗ എന്ന് എഴുതാം. അപ്പോൾ ഡി ഒമേഗ ഇൻറ്റു -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇതിനകത്ത് മാറ്റമൊന്നുമില്ല, നമുക്ക് കിട്ടുന്നത് എഫ് ഓഫ് ടി കോസ് ഒമേഗ ഇൻറ്റു ടി മൈനസ് എക്സ് ഇൻറ്റു ഡി ടി ആണ്. അപ്പോൾ ഈ ഒരു ഇൻ്റഗ്രലിനെയാണ് നമ്മൾ ഫൊറിയർ ഇൻ്റഗ്രലായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ. നിങ്ങൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫൊറിയർ സീരീസ് പറഞ്ഞപ്പോഴേക്കും ഇതായിരുന്നു നമ്മുടെ ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0/2 സിഗ്മ an cos n/x/L പ്ലസ് സിഗ്മ n bn sin n/x/L. അപ്പോൾ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ, ലിമിറ്റഡ് പീരിയോഡിസിറ്റി ഉള്ള π to π -π to π അല്ലെങ്കിൽ 0 to 2π -L to L ഒക്കെ വരുമ്പോഴേക്കും പീരിയോഡിക് ആയ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് അതിൻ്റെ ഫൊറിയർ സീരീസിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതല്ല നിങ്ങളുടെ ഫംഗ്ഷൻ ഒരു നോൺ പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ പീരിയഡ് ഇൻഫിനിറ്റി ആയിട്ട് അസ്യൂം ചെയ്തുകൊണ്ട് നമുക്ക് സെയിം ഫംഗ്ഷനെ ഒരു ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട്, നമുക്ക് ഈ ഒരു ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഫംഗ്ഷൻ നമുക്കൊരു ഈ രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു ഇൻ്റഗ്രൽ വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഡി ഒമേഗ ഇൻറ്റു ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി കോസ് ഒമേഗ ഇൻറ്റു ടി മൈനസ് എക്സ് ഇൻറ്റു ഡി ടി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളിവിടെ എഴുതിയേക്കുന്ന ആദ്യത്തെ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ള ഇൻ്റഗ്രലിലേക്ക് മാറ്റാം, ലിമിറ്റിലേക്ക് മാറ്റാം. അങ്ങനെ വരുമ്പോഴേക്കും നമുക്കറിയാം ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വരുമ്പോഴേക്കും ഇൻറ്റു ഡി ഒമേഗ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇതിനെ എഴുതാം. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2 ടൈംസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഡി ഒമേഗയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ 0 ടു ഇൻഫിനിറ്റിയെ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ലിമിറ്റിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ 2 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ എന്താകും, ഇത് 1/2 ആകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമ്മളുടെ ഈ ഫംഗ്ഷൻ എന്താകും, ഇറ്റ് വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി ഒമേഗ ഇൻറ്റു -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ബാക്കി ഫംഗ്ഷന് മാറ്റമൊന്നുമില്ല, ഏതാണ് എഫ് ഓഫ് ടി കോസ് ഒമേഗ ഇൻറ്റു ടി മൈനസ് എക്സ് ഇൻറ്റു ഡി ടി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൊറിയർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫൊറിയർ സീരീസിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു ഇൻ്റഗ്രലിലേക്ക് വന്നത്. ഇവിടെ നമ്മൾ എടുക്കുന്ന അസംഷൻ എന്ന് പറയുന്നത് ഒരു നോൺ പീരിയോഡിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിൻ്റെ എല്ലിൻ്റെ വാല്യൂ എന്തായിട്ട് ഏതിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു, ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഫൊറിയർ സൈൻ ആൻഡ് കൊസൈൻ ഇൻ്റഗ്രൽസിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ പറഞ്ഞ
ഇക്വേഷൻ, നമ്മുടെ ഫൊറിയർ ഇൻ്റഗ്രൽ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി എഴുതാം. അപ്പോൾ നമ്മുടെ ഫൊറിയർ ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity d omega integral minus infinity to infinity f of t into cos omega into t minus x into dt ആണ്. ഓക്കെ, ഇത് വിത്ത് റെസ്പെക്ട് ടു ടൈമിലും ഇത് വിത്ത് റെസ്പെക്ട് ടു ഒമേഗയിലുമാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഇത് നമ്മുടെ ഫൊറിയർ ഇൻ്റഗ്രൽ ഫോർമുലയാണ്. ഇനി നിങ്ങൾ നോക്കിയേ, കോസ് ഒമേഗ ഇൻറ്റു ടി മൈനസ് എക്സ്, ഇതിൻ്റെ വാല്യൂ എത്രയാണ്? ഇത് കോസ് എ മൈനസ് ബി എന്നുള്ള ഫോമിലാണല്ലേ. ഇത് നിങ്ങൾക്ക് കോസ് ഒമേഗ ടി മൈനസ് ഒമേഗ എക്സ് എന്ന് എഴുതാം. അത് കോസ് എ മൈനസ് കോസ് ബി ആണ്. കോസ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയാണ്? കോസ് എ മൈനസ് ബി ഈക്വൽ ടു കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ വാല്യൂ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ 0 to infinity d omega മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു നിങ്ങൾക്ക് ഈ കിട്ടുന്ന ഈ ഒരു വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കോസ് ഒമേഗ എക്സ് പ്ലസ് സൈൻ ഒമേഗ എക്സ്. ഇവിടെ പ്ലസ് സൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി എഴുതുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1/π ഇൻ്റഗ്രൽ 0 to infinity, അതായത് ഇവിടെ എഫ് ഓഫ് ടി ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഒരു ഇൻ്റഗ്രലും അടുത്തത് സൈൻ ഒമേഗ എക്സ് അടുത്ത ഇൻ്റഗ്രലുമാണ്. അപ്പോൾ നിങ്ങൾ കോസ് ഒമേഗ എക്സ് ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇത് ഡി ടിയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോസ് ഒമേഗ എക്സിനെ നിങ്ങൾക്ക് ഇൻ്റഗ്രൽ പുറത്തെടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ഇൻ്റഗ്രൽ എന്തായിരിക്കും? 0 to infinity കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഡി ഒമേഗ ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു കോസ് ഒമേഗ ടി ഇൻറ്റു ഡി ടി എന്ന് കിട്ടും. ഇതുപോലെ അടുത്ത ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ 1/π ഇൻ്റഗ്രൽ 0 to infinity സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു സൈൻ ഒമേഗ ടി ഇൻറ്റു ഡി ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്കിവിടെ രണ്ട് കേസുകൾ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് കേസ് 1 എന്ന് പറയുന്നത് എഫ് ഓഫ് ടി ഓഡ് ആണെങ്കിൽ നമുക്ക് ഈ ഇൻ്റഗ്രലിനെ എങ്ങനെ മോഡിഫൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ഒരു ഓഡ് ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഓഫ് ഇൻ്റഗ്രൽ ഓഫ് ആൻ ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഇൻ്റഗ്രലിനെ എങ്ങനെ മാറ്റി എഴുതാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, അപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ ഓഡ് ഫംഗ്ഷൻ ആകുമ്പോഴേക്കും ഇത് ഓഡ് ഫംഗ്ഷനാണ്, ഇത് ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഓഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ആയതുകൊണ്ട് തന്നെ ഈ ടൈം എന്തായി പോകും? 0 ആയി പോകും. പക്ഷേ ഇവിടെ വരുമ്പോഴേക്കും എഫ് ഓഫ് ടി ഓഡാണ്, സൈൻ ഒമേഗ ടിയും ഓഡ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോഡക്റ്റ് ഈവൻ ഫംഗ്ഷനാണ്. അതുകൊണ്ട് ഈ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും? സെക്കൻഡ് ടൈം മാത്രമേ വരത്തുള്ളൂ. അതായത് ഇൻ്റഗ്രൽ 0 to infinity സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഡി ഒമേഗ എക്സ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി സൈൻ ഒമേഗ ടി ഡി ടി എന്ന് നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്യാം. കാരണം നമുക്കറിയാം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഓഫ് ആൻ ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 2 times ഇൻ്റഗ്രൽ 0 to infinity ദാറ്റ് പർട്ടിക്കുലർ ഫംഗ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity എഫ് ഓഫ് ടി ഇൻറ്റു സൈൻ ഒമേഗ ടി ഡി ടി എന്ന് വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇതിനെയാണ് നിങ്ങൾ നോക്കിയാൽ സൈൻ ടൈമുകൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ എന്ന് പറയും. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത രണ്ടാമത്തെ കേസ് കൺസിഡർ ചെയ്യുമ്പോഴേക്കും എഫ് ഓഫ് ടി നിങ്ങൾക്ക് ഏത് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഇൻ്റഗ്രലിൽ നിങ്ങൾക്ക് എങ്ങനെ മോഡിഫൈ ചെയ്യാം? എഫ് ഓഫ് ടി ഈവൻ ആകുമ്പോഴേക്കും ഇത് ഈവൻ ഫംഗ്ഷനാണ്, ഇത് ഈവൻ ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോഡക്റ്റ് ഈവൻ ഫംഗ്ഷനാണ്, ഇത് എക്സിസ്റ്റ് ചെയ്യും. പക്ഷേ ഇവിടെ വരുമ്പോഴേക്കും എഫ് ഓഫ് ടി ഈവനും സൈൻ ഒമേഗ ടി ഓടുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് ടൈം ക്യാൻസൽ ആയി പോകും. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ റീഅറേഞ്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ 0 to infinity കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു കോസ് ഒമേഗ ടി ഡി ടി എന്ന് എഴുതാം. അതല്ല നിങ്ങൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ ലിമിറ്റ് 0 to infinity ആക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ കഴിയും? 2/π ഇൻ്റഗ്രൽ 0 to infinity കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity എഫ് ഓഫ് ടി
കോസ് ഒമേഗ ടി ഇൻറ്റു ഡി ടി എന്ന് എഴുതാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ എന്ന് എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഫൊറിയർ സീരീസ് പറഞ്ഞപ്പോഴേക്കും ഫംഗ്ഷൻ ഓഡ് ആണോ ഈവൻ ആണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഫൊറിയർ സൈൻ സീരീസും ഫൊറിയർ കൊസൈൻ സീരീസും പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇവിടെയും നമുക്ക് ഫംഗ്ഷൻ ഓഡ് ആണോ ഈവൻ ആണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഫൊറിയർ സൈൻ ഇൻ്റഗ്രലും അതുപോലെ തന്നെ ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രലും ഡിഫൈൻ ചെയ്യാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദി ഫൊറിയർ ഇൻ്റഗ്രൽ ഇൻ ദി എക്സ്പൊണൻഷ്യൽ ഫോം. നമ്മൾ ഫൊറിയർ സീരീസിനെ നമ്മളൊരു എക്സ്പൊണൻഷ്യൽ ഫോമിലേക്ക് റെപ്രസെൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഫൊറിയർ ഇൻ്റഗ്രലിനെ നമുക്ക് ആ ഒരു എക്സ്പൊണൻഷ്യൽ ഫോമിലേക്ക് നമുക്ക് മാറ്റി എഴുതാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫൊറിയർ ഇൻ്റഗ്രൽ ഫോർമുല എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു. നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം ഇവിടെ ഞാൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കൊടുത്തുകൊണ്ടാണ് ഇത് 1/2π ആയത്. അതല്ല ഞാൻ എടുത്ത് 0 to ഇൻഫിനിറ്റി ആണെങ്കിൽ എന്താണ് ഇത് 1/π ആണ്. അപ്പോൾ ഇത് ഞാൻ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഴുതിയേക്കുന്നുണ്ട്. രണ്ടിൻ്റെ ലിമിറ്റ് ഞാൻ സെയിം ആക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 1/2π വന്നു. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി ഒമേഗ ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു കോസ് ഒമേഗ ഇൻറ്റു ടി മൈനസ് എക്സ് ഡി ടി എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1/2π ഇൻറ്റു ഡി ഒമേഗ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി സൈൻ ഒമേഗ ഇൻറ്റു ടി മൈനസ് എക്സ് ഡി ടിയുടെ വാല്യൂ എത്രയായിരിക്കും? കാരണം നമ്മൾ പറഞ്ഞു നമ്മളുടെ ഫംഗ്ഷൻ ഓഡ് ആണോ ഈവൻ ആണോ എന്നുള്ളതനുസരിച്ച് കൊണ്ട് നമുക്ക് ചില ഇൻ്റഗ്രൽ 0 ആകും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇതിനെ നിങ്ങൾക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? 1/2π മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഞാൻ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഒമേഗയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തത്, പിന്നീടാണ് ഞാൻ ടൈമിലുള്ള ഇൻ്റഗ്രൽ എഴുതിയേക്കാം. ഞാൻ അതിൻ്റെ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് ഞാൻ ടൈമിലുള്ള ഇൻ്റഗ്രൽ എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇറ്റ് വിൽ ബി എഫ് ഓഫ് ടി ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. കാരണം നിങ്ങൾ ഇത് നോക്കിയത് ഇതെന്ന് പറഞ്ഞാൽ ഒമേഗയിലും ടിയിലുള്ളൊരു ഫംഗ്ഷനാണ്. നിങ്ങൾ ആദ്യം അതിനെ ടൈമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, അതിനുശേഷം കിട്ടുന്ന ക്വാണ്ടിറ്റി നിങ്ങൾ പിന്നീട് ഒമേഗയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിനെ എഫ് ഓഫ് ടി ഇതുപോലെ തന്നെ എഴുതി. കാരണം ഇതിൽ ടൈമിൽ മാത്രമേ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുള്ളൂ. ഇത് എഫ് ഓഫ് ടി ഡി ടി ആണ്. ഇതിനെ ഞാൻ സൈൻ ഒമേഗ ഇൻറ്റു ടി മൈനസ് എക്സ് ഇൻറ്റു ഡി ഒമേഗ എന്നെഴുതുന്നു. അതായത് ഞാൻ ഈ ഓർഡർ ചേഞ്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കും നോക്കിയാൽ നമ്മൾ പറഞ്ഞു സൈൻ എന്ന് പറയുന്നൊരു ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻ്റഗ്രൽ 1/2π മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി ഒമേഗ ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി സൈൻ ഒമേഗ ഇൻറ്റു ടി മൈനസ് എക്സ് ഡി ടിക്ക് ഒരു എത്ര കൊടുത്തേക്കുന്നു? 0 കൊടുത്തേക്കുന്നു. ഇത് നമ്മളുടെ രണ്ട് ഇൻ്റഗ്രൽ വാല്യൂസ് ആണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഫൊറിയർ ഇൻ്റഗ്രലാണ്. രണ്ടാമത് പറഞ്ഞത് അതിൽ നിങ്ങൾ സൈൻ ഒമേഗ ഇൻറ്റു ടി മൈനസ് എക്സ് ഡി ടി എന്നുള്ള ഫോമിൽ എഴുതുവാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. കാരണം സൈൻ എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ഇക്വേഷൻ, അതായത് എഫ് ഓഫ് എക്സ് കോസിൻ്റെ ടേബിൾ എഴുതിയേക്കുന്ന ഈ ഇക്വേഷൻ, അതിനെയും നിങ്ങൾ രണ്ടാമത്തെ ഈ എഴുതിയേക്കുന്ന ഇക്വേഷൻ, ഈ സെക്കൻഡ് ഇക്വേഷൻ നമ്മളുടെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ രണ്ട് ഇക്വേഷൻ കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ കിട്ടുന്നത് നിങ്ങൾ നോക്കിയറിയാൻ പറ്റും. ഇവിടെ എഴുതുമ്പോഴത്തേക്ക് ഇത് നിങ്ങൾക്ക് നേരത്തെ മുമ്പ് നമ്മൾ എഴുതിയ പോലെ തന്നെ എഫ് ഓഫ് ടി കോമൺ എടുക്കാം. ബാക്കി കോസ് ഒമേഗ ഇൻറ്റു ടി മൈനസ് എക്സ് പ്ലസ് ഇവിടുന്ന് കിട്ടുന്നത് ഐ സൈൻ ഒമേഗ ഇൻറ്റു ടി മൈനസ് എക്സ് എന്ന് കിട്ടും അല്ലേ. അപ്പം കോസ് ഒമേഗ ഇൻറ്റു ടി മൈനസ് എക്സ് പ്ലസ് ഐ ഇൻറ്റു സൈൻ ഒമേഗ ഇൻറ്റു ടി മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ്ഡ് ഐ ഒമേഗ ഇൻറ്റു ടി മൈനസ് എക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 1/2π മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി ഒമേഗ ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇ റേസ്ഡ് ഐ ഒമേഗ ഇൻറ്റു ടി മൈനസ് എക്സ് ഇൻറ്റു ഡി ടി എന്ന് എഴുതാം. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു എക്സ്പൊണൻഷ്യലിനെ സ്പ്ലിറ്റ് ചെയ്യാം. കാരണം ഇതിനെ ഇ റേസ്ഡ് ഐ ഒമേഗ ടി ഇൻറ്റു ഇ റേസ്ഡ് മൈനസ് ഐ ഒമേഗ എക്സ് എന്ന് എഴുതാം. ഇവിടെ നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടൈമിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇ റേസ്ഡ് മൈനസ് ഐ ഒമേഗ എക്സിനെ ഈ ഇൻ്റഗ്രലിൽ പുറത്തെടുക്കാം. ആ ഇൻ്റഗ്രലിൽ പുറത്തെടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് 1/2π മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ്ഡ് മൈനസ് ഐ ഒമേഗ എക്സ് ഡി ഒമേഗ ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇ റേസ്ഡ് ഐ ഒമേഗ ടി ഡി ടി ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫൊറിയർ ഇൻ്റഗ്രലിനെ ഒരു എക്സ്പൊണൻഷ്യൽ ഫോമിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റി എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ഇസ് ദി ഫൊറിയർ ട്രാൻസ്ഫോം ഇൻ 3-dimensional സ്പേസ്. നമ്മളിപ്പം പറഞ്ഞൊരു 1-dimensional കേസാണ്. നമ്മൾ 3-dimensional കേസിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ജി ഓഫ് കെ, നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ എഫ് ഓഫ് ആർ എന്ന് എഴുതും. അല്ലെങ്കിൽ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ് ആർ എന്ന് പറയുന്നത്.
അപ്പോൾ ആ രീതിയിൽ പിന്നെ നമ്മൾ നേരത്തെ ഒമേഗ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ അതിന് 3 കമ്പോണൻസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ തൽക്കാലം കെ വെക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ജി ഓഫ് കെ ഈക്വൽ ടു 1/2 പൈ ഇൻ റേസ്ഡ് 3/2 ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ആർ ഇൻറ്റു ഇ റേസ്ഡ് ഐ കെ ഡോട്ട് ആർ ഇൻറ്റു ഡി ക്യൂബ് ആർ എന്ന് എഴുതാം. കാരണം നിങ്ങൾ 1 ഡൈമെൻഷനിലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരുന്നത് ജി ഓഫ് ഒമേഗ ഈക്വൽ ടു 1/√2 പൈ ആയിരുന്നു. അപ്പോൾ ഇവിടെ 3 കമ്പോണൻസ് വരുന്നുണ്ട്. 1/√2 പൈ റേസ്ഡ് 3 വരും. അതാണ് 1/2 പൈ റേസ്ഡ് 3/2 എഴുതിയേക്കുന്നത്. ബാക്കി മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി നമുക്കിവിടെ കിട്ടിയേക്കുന്നത് 3 ഡയമെൻഷനിലായതുകൊണ്ട് നമ്മളതിനെ എഫ് ഓഫ് ആർ ഇൻറ്റു ഇ റേസ്ഡ് ഐ ഒമേഗ ടി ആയിരുന്നു. നമ്മൾ നേരത്തെ എഴുതി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ്ഡ് ഐ ഒമേഗ ടി ആയിരുന്നു. ഇവിടെ നമ്മൾ വന്നപ്പോഴേക്കും 3 ഡയമെൻഷണൽ കേസിൽ നമ്മളതിനെ എഫ് ഓഫ് ആർ ഇൻറ്റു ഇ റേസ്ഡ് ഐ കെ ഡോട്ട് ആർ 3 ഡയമെൻഷണൽ ആയതുകൊണ്ടാണ് നമ്മൾ കെ ഡോട്ട് ആർ എന്നുള്ള രീതിയിൽ എഴുതിയിരിക്കുന്നത്. ഇ റേസ്ഡ് ഐ കെ ഡോട്ട് ആർ ഇൻറ്റു ഡി ക്യൂബ് ആർ എന്ന് എഴുതും. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻവേഴ്സ് ട്രാൻസ്ഫോം വരുമ്പോഴുള്ള വ്യത്യാസം നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്നത് ഏതായിരിക്കും? എഫ് ഓഫ് ആർ ആയിരിക്കും. ബാക്കിയുള്ള വ്യത്യാസം പറഞ്ഞാൽ നിങ്ങളുടെ എക്സ്പൊണൻഷ്യൽ ഒരു മൈനസ് വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എഫ് ഓഫ് ആർ ഈക്വൽ ടു 1/2 പൈ റേസ്ഡ് 3/2 മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ജി ഓഫ് കെ ഇൻറ്റു ഇ റേസ്ഡ് മൈനസ് ഐ കെ ഡോട്ട് ആർ ഇൻറ്റു ഡി ക്യൂബ് കെ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഫൊറിയർ ട്രാൻസ്ഫോം പറഞ്ഞു. ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞത് ജി ഓഫ് ഒമേഗ ഈക്വൽ ടു 1/√2 പൈ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ്ഡ് ഐ ഒമേഗ ടി ഇൻറ്റു ഡി ടി ആണ്. ഇതൊരു 1 ഡയമെൻഷണൽ കേസിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതുപോലെ അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോഴേക്കും ഇ റേസ്ഡ് ഐ ഒമേഗ ടി നിങ്ങളൊരു ഇ റേസ്ഡ് മൈനസ് ഐ ഒമേഗ ടി വെച്ച് റീപ്ലേസ് ചെയ്താൽ ബാക്കി ആ ഫോർമാറ്റൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ആദ്യം നിങ്ങൾ ജി ഓഫ് ഒമേഗയായിരുന്നു നമ്മൾ ആദ്യത്തെ കേസിൽ ഫൊറിയർ ട്രാൻസ്ഫോമിൽ പറയുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഏതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എഫ് ഓഫ് ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത് 1/√2 പൈ ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ജി ഓഫ് ഒമേഗ ഇൻറ്റു ഇ റേസ്ഡ് മൈനസ് ഐ ഒമേഗ ടി ഡി ഒമേഗയാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമും ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ വാല്യൂ √2/π ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി കോസ് ഒമേഗ ടി ഡി ടി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫോം സെയിം തന്നെയാണ്. ഫങ്ഷൻസിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ എഫ് ഓഫ് ടിയിൽ നിന്ന് ഈ ഒരു പിന്നെ ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ജി സി ഓഫ് ഒമേഗയുടെ വാല്യൂ ആണ് കൊസൈൻ ആയതുകൊണ്ടാണ് സി കൊടുത്തത്. ജി ഓഫ് ഒമേഗയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇൻവേഴ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ജി ഒമേഗയിൽ നിന്ന് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യും, എഫ് ഓഫ് ടിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് ടി ഈക്വൽ ടു √2/π ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇവിടെ വരുന്ന ഫംഗ്ഷൻ എന്താകും? ജി ഓഫ് ഒമേഗയാകും. ഇത് കോസ് ഒമേഗ ടി തന്നെയാണ്. നമ്മൾ ഇവിടെയാണെങ്കിൽ ഇ റേസ്ഡ് ഐ ഒമേഗ ടി ഇ റേസ്ഡ് മൈനസ് ഐ ഒമേഗ ടി ആയിട്ട് മാറ്റി. ഇവിടെ വരുമ്പോഴത്തേക്ക് രണ്ടും കോസ് ആയിട്ട് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ഒമേഗയിലാണ്. ഇതുപോലെ തന്നെ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിലേക്ക് വരുമ്പോഴേക്കും ജി എസ് ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ √2/π 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി സൈൻ ഒമേഗ ടി ഡി ടി ആണ്. നിങ്ങൾ അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴേക്കും നിങ്ങളുടെ ഈ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ഒമേഗയിലാണ്. ഇവിടെ വരുന്നത് ഫംഗ്ഷൻ ജി ഓഫ് ഒമേഗയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് √2/π ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ജി ഓഫ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി ഡി ഒമേഗയാണ്. അപ്പോൾ ഈ ഒരു ഫൊറിയർ ട്രാൻസ്ഫോമോ അതിൻ്റെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോമോ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. കാരണം നിങ്ങൾക്ക് മറ്റ് പല ബ്രാഞ്ചസിലും നമുക്കിത് ആവശ്യമായി വരും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.